വാട്ട്സപ്പ് ഗായ്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് വാഗമൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം വാഗമണ്ണിൽ തന്നെ ഉൾപ്പുണ്ണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ പോകുന്ന യാത്രകളുടെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം കാണാൻ കഴിയും. അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നല്ലൊരു ഓഫ് റോഡിന് പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണിത്. ഇത് ഏകദേശം ഒരു 5-6 കിലോമീറ്ററോളം ഓഫ് റോഡ് മാത്രമാണ്. അപ്പം ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ സ്ഥലം നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അതിലൊരു 2-3 കിലോമീറ്റർ നമ്മുടെ സ്വന്തം ഓഫ് റോഡ് തന്നെയാണ്, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഓഫ് റോഡ്. നമുക്കെന്തായാലും ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഏകദേശം താഴെ എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ തൊട്ടാണ് നമ്മൾ ഉൾപ്പുണ്ണിയിലോട്ട് കയറി പോകുന്നത്. നമുക്കിവിടെ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. നല്ല ഉരുളം കല്ലുകളാണ്. അപ്പം നോക്കി വണ്ടിയൊക്കെ ഓടിക്കുക. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. നല്ലൊരു ഓഫ് റോഡ് അടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം ഗായ്സ്, നമ്മൾ ഏകദേശം പാതി വഴിയായി. അപ്പം ഇവിടെ നിന്ന് കിട്ടുന്നൊരു വ്യൂ ആണിത്. അപ്പം ബാക്കി നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം. നമ്മൾ ഏകദേശം നമ്മുടെ ഓഫ് റോഡ് എൻഡ് ചെയ്യുന്ന സ്ഥലമെത്തി. അപ്പം ഇനി ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നടന്നു പോകണം. ബാക്കി അങ്ങോട്ട് പോകാൻ നല്ല പാടാണ്. പണ്ട് ബൈക്ക് പോകുമായിരുന്നു, ഇപ്പം പറ്റത്തില്ല. ഇപ്പം നല്ല റിസ്ക് ഉള്ള സ്ഥലമാണ് മേളിലോട്ട്. അപ്പം ഈ വീഡിയോയുടെ പ്രിവ്യൂ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് സ്ഥലമാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക. അപ്പം മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ആ സ്ഥലം ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പം ഗായ്സ്, ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി, ഇത് നമ്മുടെ ഇയോബിൻ്റെ പുസ്തകം എന്ന സിനിമയ്ക്കകത്തുണ്ടൊരു സ്ഥലമാണ്. ആ സിനിമയിൽ അഭിനയിച്ച ഫഹദ് ഫാസിൽ അലോഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു മാസ് സീൻ കാണിക്കുന്ന ഒരു സ്ഥലമാണിത്. നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുമായിരിക്കും. ഈ ഷോട്ടാണ് ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. നമ്മളിപ്പോൾ നിന്ന സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡാണ് ഇത് കാണുന്നത്. ഇവിടെ ഒരു നല്ല ഡെപ്ത് ഉണ്ട്. താഴോട്ടൊരു കുഴിയാണ്. അപ്പം അവിടെ ഒരു റോഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷമാണ്. അപ്പം ഇതിന് മഴയൊന്നും പെയ്തില്ല, അല്ലാതെ നല്ല തണുപ്പാണ് ഇവിടെ.
വാഗമൺ എന്ന് പറഞ്ഞാൽ തണുപ്പിന് പേര് കേട്ടൊരു സ്ഥലമാണ്, എല്ലാവർക്കും അറിയാം. അപ്പം ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ. അപ്പം അങ്ങോട്ട് പോയി നോക്കാം. ഈ വഴിയുടെ ബാക്ക് സൈഡിലുണ്ടൊരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന്. നമുക്ക് ഈ കാണുന്ന കയറ്റം കയറി കാണും നമുക്ക് ഏറ്റവും ടോപ്പിലെത്താൻ. ഇത് നല്ലൊരു കയറ്റം തന്നെയാണ്. അപ്പം നമുക്ക് വേറൊരു വഴിയുണ്ട്, അതുവഴി നമുക്ക് ജീപ്പൊക്കെ പോകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്, നമ്മുടെ ഷൂട്ടിങ്ങിന് നടന്ന സ്ഥലം കാണിക്കാനും. പിന്നെ ഇവിടെ നിന്ന് വേറൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ കാണുന്ന വഴിയിലൂടെയാണ് നമ്മളിപ്പം വന്നത്. അപ്പം ഞാനിപ്പം നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് കാണുന്നൊരു കാഴ്ച നിങ്ങൾക്ക് ഞാനിപ്പം കാണിച്ചു തരാം. ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. നല്ല രസമാണ്, നമുക്കിങ്ങനെ ഫുൾ ചുറ്റും കാണാൻ പറ്റും. നമുക്കിവിടെ നിന്ന് ദൂരെ ഒരു ഡാം കാണാൻ പറ്റും. അതിങ്ങനെ വെള്ളം അങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഇവിടെ നിന്ന് കാണാൻ നല്ലൊരു ബ്യൂട്ടിയാണ്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ഏറ്റവും ടോപ്പിൽ കയറുമ്പോൾ കിട്ടുന്നൊരു വ്യൂ. ഇത് നല്ലൊരു വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നല്ല കിട്ടുക്കാച്ചി ഒരു ലുക്കാണ് ഇവിടെ നിന്ന്. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. നല്ല കിടൂര് സ്ഥലം. അപ്പം ഇവിടെ അങ്ങനെ ആരും അങ്ങനെ വരാറില്ല. ഇപ്പം തന്നെ ഇവിടെ വന്ന വഴിക്കൊന്നും നമ്മളങ്ങനെ ആളും കാണാറില്ല. ഇത് ഓഫ് റോഡൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആൾക്കാർക്ക് അത്ര പോപ്പുലർ അല്ല. അപ്പം പറ്റുവാണെങ്കിൽ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കാണുക, നല്ലൊരു സ്ഥലമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പം നമുക്ക് ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പം എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പം എല്ലാവരും പറ്റുവാണെങ്കിൽ വന്ന് കാണുക, നല്ലൊരു സ്ഥലമാണ്. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. See you in the next video. Until then, bye bye.